ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിലേഷണൽ ആൾജിബ്രയിലെ വീണ്ടും കുറച്ച് പ്രോബ്ലംസ് ആണ്. ജോയിൻ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ പ്രോബ്ലംസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ജോയിൻ എങ്ങനെ ചെയ്യാം, ജോയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ. ജോയിൻ മാത്രമല്ല, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം വെച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജോയിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. പിന്നെ ബാക്കി ഡിവിഷൻ ഓപ്പറേറ്റർ, പിന്നെ ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, അങ്ങനത്തെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ കണക്ക് ജോയിൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് രണ്ടോ മൂന്നോ ടേബിളുകൾ വരുമ്പോൾ ആ ടേബിളുകളിൽ നമുക്ക് ജോയിൻ ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് അതിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജോയിൻ ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇതിൻ്റെ ക്വയറീസ് കുറച്ച് വലുതായിരിക്കും, പക്ഷേ നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം നോക്കാം. സോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കമ്പനി ഡാറ്റാബേസ് തന്നെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കമ്പനി ഡാറ്റാബേസ് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലും നോക്കുന്നത്. ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ, വർക്ക്സ് ഓൺ പ്രൊജക്ട് ആൻഡ് ഡിപ്പെൻഡന്റ് ടേബിൾ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്വയറി എന്ന് പറയുന്നത് റിട്രീവ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഹു വർക്ക് ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നെയിമും അഡ്രസ്സും ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഏത് എംപ്ലോയി എടുത്താലും അയാളുടെ നെയിമും അഡ്രസ്സും കിടക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ എംപ്ലോയി ടേബിളിലാണ് നെയിമും അഡ്രസ്സും ഉള്ളത്. എന്നാൽ എംപ്ലോയി ടേബിളിൽ ഒരു എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രം വെച്ച് നമുക്കൊരിക്കലും ഇത് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഈ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ പോയിട്ട് നോക്കണം. ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ് ഡിപ്പാർട്ട്മെന്റ് നമ്പറിന് കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് നെയിം ഉള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ആണ് റിസർച്ച് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് 5 വരുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഈ 5 ഇവിടെ ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യണം. എന്നിട്ട് വേണം ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ഇവിടുത്തെ ഡി നമ്പറും DNUMBERും ഇവിടുത്തെ DNOയും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്ത് ഇതിൽ രണ്ടിലും സെയിം ആയിട്ട് വരുന്ന ഏതൊക്കെയാണോ അതിനെ തമ്മിൽ നമുക്ക് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 എംപ്ലോയീസിന്റെ ലിസ്റ്റ് കിട്ടും. എന്നിട്ട് അവരുടെ നെയിമും അതുപോലെ നെയിമും പിന്നെ അഡ്രസ്സും മാത്രമാണ് നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും സെലക്റ്റും പ്രൊജക്റ്റും ഉണ്ടാകും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ആ ക്വയറി എഴുതുന്നതെന്ന്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വയറിയാണ്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് എഴുതാം. ഒന്ന് ഇൻലൈനായിട്ട് ഒറ്റ ലൈനിൽ തന്നെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. ഓരോന്നൊക്കെ ആവശ്യം അറ്റ് എ ടൈം ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡി നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് ഡി നെയിം റിസർച്ച് വരുന്ന ആ റോസിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡി നെയിം റിസർച്ച് ഉള്ളതിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഡി നെയിം റിസർച്ച് ഉള്ളത് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് മാത്രം കിട്ടി എനിക്ക്? ഈ ഒരൊറ്റ റോ മാത്രമായിട്ട്, ഈ സിംഗിൾ റോ മാത്രമായിട്ട് നമുക്ക് ഈ റിസർച്ച് 5 മാനേജർ അയാളുടെ സ്റ്റാർട്ട് ഡേറ്റ് മാത്രമുള്ള ഈ ഒരൊറ്റ റോ മാത്രമായി കിട്ടാനാണ് ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക്, ബിക്കോസ് എനിക്ക് ഈ മൊത്തം ടേബിളുമായിട്ട് ഇതിനെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ റിസർച്ച് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മാത്രം മതി, ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിനൊന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങനെ ചുരുക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൻ്റെ അകത്തുള്ള റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കണം. എംപ്ലോയീസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ഇപ്പം ഈ എടുത്തു വെച്ച ആ സിംഗിൾ റോ മാത്രമുള്ള research_DPT എന്ന് പറയുന്ന ടേബിളും അതുപോലെ എംപ്ലോയി ടേബിളും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്തായിരുന്നു. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് എല്ലാത്തിനെയും തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കലാണ്. പക്ഷെ അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ട്. ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് അവർ കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവരെ തമ്മിൽ ചേർത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡി നമ്പറും DNOയും ആണ് ഇവിടുത്തെ
ഈ രണ്ടിലെയും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോളം കാണും. ഇവിടെ ഡി നമ്പറും ഡി എൻ ഒയുമാണ്. ഇവിടുത്തെ ഡി എൻ ഒ അതിനെയാണ് ഇവിടുത്തെ ഡി നമ്പർ. ഇവരെ തമ്മിലാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഇവർ രണ്ടുപേരുടെ പേരൊന്നായിരുന്നെങ്കിൽ നമ്മൾ ചുമ്മാ ജോയിൻ, അതായത് ഇവിടെയും ഡി എൻ ഒ ഇവിടെയും ഡി എൻ ഒ എന്നായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ആ കണ്ടീഷൻ എഴുതി കൊടുക്കണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ ജോയിൻ എന്ന് പറയും. നമുക്ക് ഇതിന് തീറ്റ ജോയിൻ ആണ്. സോ നിങ്ങൾ തിയറി നിങ്ങൾ നോക്കുക. സോ ഇവിടെ നമ്മൾ കണ്ടീഷൻ, ഇവിടുത്തെ രണ്ട് കോളത്തിൻ്റെ പേര് വേറെ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു, ആ രണ്ട് കോളത്തിൻ്റെ പേര് ഇവിടെ എടുത്ത് എഴുതി കൊടുത്തു. ജോയിനിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. നമ്മളത് ഇങ്ങനെ ഒരു ഇതാണ് നമ്മുടെ ഒരു ഒരുമാതിരി ക്ലോക്ക്, സാൻഡ് ക്ലോക്ക് ഉണ്ടല്ലോ, തിരിച്ചു വെച്ച പോലത്തെ ഒരു സിമ്പിളാണ്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതി കൊടുക്കണം. ഡി നമ്പർ ഈക്വൽ ടു ഡി എൻ ഒ. ഇതാണ് നമ്മുടെ ഇതൊരു ഇക്യു ജോയിൻ ആണ്. നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ജോയിൻ ഓപ്പറേഷൻ ആണ്. സോ നമ്മളിത് എഴുതി കൊടുത്തു. ഇതിൻ്റെ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് പേരുകളായതുകൊണ്ട് പേരുകൾ രണ്ടും എഴുതി കൊടുത്തു. നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇപ്പം നമുക്ക് ആ ഒരു ടേബിളിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസിൻ്റെ, അതായത് ഇപ്പോൾ ഇവിടെ ജോൺ ഉണ്ട്. അപ്പോൾ ഈ ജോണിൻ്റെ ഇവിടെ സൈഡിലായിട്ട് റിസർച്ച് 5334455 1988-522 എന്ന് പറയുന്ന ഒരു വലിയ ടേബിൾ കിട്ടും. അതുപോലെ ഈ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നതും ഒരു വലിയ ടേബിളായിട്ട് ഈ രണ്ട് ടേബിൾസിനെ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ ടേബിളാക്കി കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ research_EMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചും ഈ എംപ്ലോയീസിനെ കൂടെ ഒരുമിച്ചുള്ളൊരു ടേബിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് പക്ഷെ നമ്മുടെ റിസൾട്ടിൽ നമുക്കിതെല്ലാം വേണ്ട, നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം വേണ്ട, നമുക്ക് അവരുടെ നെയിമോ അഡ്രസ്സ് മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒന്നുകൂടി ചെറുതാക്കി പ്രൊജക്റ്റ് ഫസ്റ്റ് നെയിം, എൽ നെയിം ആൻഡ് അഡ്രസ് ആക്കി. ഇതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് നെയിമോ എൽ നെയിമോ അഡ്രസ്സ് മാത്രം മതി. സോ വി വിൽ ഗെറ്റ് ദി ഫൈനൽ റിസൾട്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഒറ്റ ലൈനിൽ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഐ ഡോണ്ട് പ്രിഫർ ദിസ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്, ബിക്കോസ് കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കും. ഇനി നെക്സ്റ്റ് ക്വയറി എന്ന് പറഞ്ഞാൽ ഫോർ എവറി പ്രൊജക്ട് ലൊക്കേറ്റഡ് ഇൻ സ്റ്റഫോർഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റിൻ്റെയും ലിസ്റ്റ് ദി പ്രൊജക്ട് നമ്പർ, കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഡിപ്പാർട്ട്മെന്റ് മാനേജറിന്റെ ലാസ്റ്റ് നെയിം, അഡ്രസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഇവിടെ ഏതൊക്കെ ടേബിൾ വേണം? ഒന്ന് പ്രൊജക്റ്റ്. ഇവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ പേരും കാര്യങ്ങളും, പ്രൊജക്റ്റിൻ്റെ പേരും നമ്പറും ഉള്ളത് പ്രൊജക്റ്റ് ടേബിളിലാണ്. നമുക്കത് മാത്രം പോരാ, പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനും ആ ടേബിളിലുണ്ട്, പ്രൊജക്റ്റ് ടേബിളിലുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് അത് കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് വേണം. അത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കിടക്കുന്നത്. സോ വി നീഡ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറിന്റെ ലാസ്റ്റ് നെയിമും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും. ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ മാനേജറിന്റെ SSN നമ്പർ മാത്രമേ ഉള്ളൂ. അയാളുടെ പേരും ഡീറ്റെയിൽസും വേണമെങ്കിൽ എംപ്ലോയി ടേബിളിൽ പോകണം. അപ്പോൾ ഏതൊക്കെ ടേബിൾസ് വേണം? പ്രൊജക്ട് ടേബിൾ വേണം, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ വേണം, എംപ്ലോയി ടേബിൾ വേണം. 3 ടേബിൾസ് വേണം. സോ ഈ 3 ടേബിൾസിനെ തമ്മിലാണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടേബിൾസ് വേണമെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ടേബിൾസ് ഏതൊക്കെ വേണമെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം, അതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. സോ പ്രൊജക്ട് ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും തമ്മിൽ കോമൺ ആയിട്ടുള്ള എന്ത് സാധനമാണ്, എന്തെങ്കിലും ഒരു കോളം കോമൺ ആയിട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കേ, പ്രൊജക്ട് ടേബിളിൽ ഒരു DNUM ഉണ്ട്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഒരു D നമ്പർ ഉണ്ട്. പിന്നെ നമുക്ക് അതായത് ഇവിടുത്തെ പ്രൊജക്റ്റിന്റെ ഇപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള സാധനം കിട്ടി. ഇനി നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലെ മാനേജറിന്റെ ഡീറ്റെയിൽസ് വേണം. മാനേജറിന്റെ SSN നമ്പർ ഇവിടെ കിടപ്പുണ്ട്. മാനേജറിന്റെ പേരും വിവരങ്ങളും ഈ എംപ്ലോയി ടേബിളിലാണുള്ളത്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇവിടുത്തെ മാനേജർ SSN കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു SSN നമ്പർ കിടപ്പുണ്ട്. സോ നമുക്ക് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റും ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യാം? DNUM-ഉം DNUM-BR-ഉം വെച്ച് കണക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാം? മാനേജർ SSN-ഉം SSN-ഉമായിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് ജോയിൻ ചെയ്യേണ്ട ക്രൈറ്റീരിയസ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഏതൊക്കെ ടേബിൾസ് വേണം? 4 ടേബിൾ വേണം, 3 ടേബിൾ വേണം, പ്രൊജക്റ്റ്, ഡിപ്പാർട്ട്മെന്റ്, എംപ്ലോയി.
അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ എങ്ങനെ കണക്ട് ചെയ്യാം, ആ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോളം കാണും, ആ കോളം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്റ്റഫോർഡിലുള്ള പ്രൊജക്റ്റുകൾ മാത്രം ഞാനൊരു ഒരു 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 ടേബിളാക്കി മാറ്റണം. സ്റ്റഫോർഡ് എന്ന് പറയുന്ന പി ലൊക്കേഷനുള്ള പ്രൊജക്റ്റ് ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ സെലക്ട് പി ലൊക്കേഷൻ ഈക്വൽ ടു സ്റ്റഫോർഡ് പ്രൊജക്റ്റ്. ഇനി നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഈ സ്റ്റഫോർഡ് പ്രൊജക്റ്റും ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ജോയിൻ ചെയ്യണം. എന്തിന്റെ ബേസിസിൽ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, DNUM-ഉം DNUM-BER. ഇവിടുത്തെ പ്രൊജക്റ്റിലെ DNUM-ഉം ഡിപ്പാർട്ട്മെന്റ് DNUM-BER തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് കിട്ടി? കൺട്രോളിങ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കിട്ടി. ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ അത് കിട്ടി. ഇനി നമുക്ക് അവരുടെ ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ മാനേജർ ആരാന്ന് കണ്ടുപിടിക്കണം. മാനേജർ ആരാന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? കൺട്രോളിങ് ഡിപ്പാർട്ട്മെന്റും എംപ്ലോയി ടേബിളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. എന്തൊക്കെ തമ്മിൽ? മാനേജർ SSN-ഉം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മാനേജറും അതിന്റെ SSN നമ്പറുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഇത്രയും, അതായത് രണ്ട് ജോയിനേ ഉള്ളൂ. അത് ഏതൊക്കെ തമ്മിലാണ്, ഏത് ടേബിൾ തമ്മിലാണെന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതായത് ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണിത് പോകുന്നത്. അപ്പം ആ ഒരു പ്രൊസീജിയർ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്തൊക്കെ ടേബിൾസ്, അതായത് നമുക്ക് വേണ്ടത് എന്താണ്, ആ ഒരു വാല്യൂ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റഫോർഡ് മാത്രമായിട്ട് ഞാൻ ഒരു ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളിനെ ഡിപ്പാർട്ട്മെന്റ് ടേബിളുമായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഇത് മാത്രം കിട്ടി. ഇനി നമുക്ക് അതും എംപ്ലോയി ടേബിളുമായിട്ട് മെർജ് ചെയ്തു. അപ്പോൾ ബേസ്ഡ് ഓൺ മാനേജർ വെച്ചിട്ട് മെർജ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ മാത്രം മതി? പ്രൊജക്ടിന്റെ നമ്പർ, ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ. ഇതൊരു വലിയ ടേബിൾ ആയിരിക്കും, ഭയങ്കര വലിയ ടേബിൾ ആയിരിക്കും. അതിൻ്റെ ഈ 3 ടേബിളിലെ ഫുൾ കോളംസ് ഉള്ള ഒരു ടേബിൾ ആയിരിക്കും ഈ project_department_manager എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് മാത്രം മതി. P നമ്പർ, D നമ്പർ, L നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, ബർത്ത് ഡേറ്റ് മാത്രം മതി. സോ ഈ project_department_manager ഈ 3 ടേബിളിലെ എല്ലാ കോളമും ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മുടെ ജോയിൻ വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു കുഞ്ഞു ഇതും കൂടി നോക്കാം. മേക്ക് എ ലിസ്റ്റ് ഓഫ് പ്രൊജക്ട് നമ്പേഴ്സ് ഫോർ പ്രൊജക്ട് ദാറ്റ് ഇൻവോൾവ് ആൻ എംപ്ലോയി whose last name is Smith, either work as a worker or as a manager of a controlling department. ഇത് കുറച്ചും കൂടി വലിയ ക്വരിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഒരു സ്മിത്ത് എന്ന് പറയുന്ന ഒരാൾ മാനേജറായിട്ടോ വർക്കറായിട്ടോ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സിൻ്റെയും പ്രൊജക്ട് നമ്പേഴ്സാണ് എനിക്ക് വേണ്ടത്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഫസ്റ്റ് തന്നെ സ്മിത്ത് എന്ന് പറയുന്ന ആളുടെ SSN നമ്പർ എത്രയാണ് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ സെലക്ട് ലാസ്റ്റ് നെയിം സ്മിത്ത് ഉള്ള എംപ്ലോയി ടേബിളിൽ ലാസ്റ്റ് നെയിം സ്മിത്ത് എന്ന് വരുന്ന ആളാരാണ്, അയാളുടെ SSN നമ്പർ മാത്രമായിട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്തെടുത്തു. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത്ത് എന്ന് പറയുന്ന ലാസ്റ്റ് നെയിം ഉള്ള ആൾക്കാരുടെ മൊത്തം SSN നമ്പേഴ്സിൻ്റെ ഒരു ടേബിൾ ആയിരിക്കും. ഒരാളാവണമെന്നില്ല, കുറേ പേരുണ്ടാവാം. അപ്പോൾ SSN നമ്പേഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. കുറേ SSN നമ്പേഴ്സ്, ആ SSN നമ്പറുള്ള എല്ലാവരുടെയും ലാസ്റ്റ് നെയിം സ്മിത്ത് എന്നായിരിക്കും. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് സ്മിത്ത് എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ വർക്കറായിട്ടുള്ള, അതായത് സ്മിത്ത് വർക്കറായിട്ടുള്ള പ്രൊജക്ട്സ്, നമുക്ക് മാനേജറായിട്ടുള്ളതും വേണം, വർക്കറായിട്ടുള്ളതും വേണം. സോ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇതിൻ്റെ അകത്തൊരു നാച്ചുറൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ജോയിൻ തന്നെയാണ്. അതായത് ഇവർ തമ്മിൽ വർക്ക് സോൺ എന്നും ഈ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ടേബിളിൽ എംപ്ലോയി ടേബിളിൽ ഉള്ളതും വർക്ക് സോൺ എന്ന് പറയുന്ന ടേബിള് അതിൻ്റെ അകത്ത് ESSN ആണ് ഇവിടുത്തെ പേര്. നമ്മുടെ എംപ്ലോയി ടേബിളിലും ഇവിടെ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള പേര് വരുന്ന ഒന്നിനെയാണ് നമ്മൾ ഈ പറയുന്ന ജോയിൻ ചെയ്യുന്നത്. വർക്ക് സോൺ സ്മിത്ത് എന്ന് പറയുന്ന, ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി അതിന് ESSN പേര് കൊടുത്തു. ഇതിന് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് ESSN എന്നാണ്. SSN എന്നുള്ള പേര് മാറ്റിയിട്ട് ESSN ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടിടത്തും പേര് സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാർ എന്ന് പറയുന്ന
ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. ഇത് ജോയിൻ തന്നെയാണ്, രണ്ട് ടേബിളിലും സെയിം പേരാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റാർ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വർക്ക്സ് ഓണും സ്മിത്തും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവർ തമ്മിൽ കോമൺ ആയിട്ട് രണ്ടും കൂടി സെയിം വരുന്ന ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കി. അവരുടെ അതിൻ്റെ അകത്ത് നമുക്ക് പ്രൊജക്ട് നമ്പർ മാത്രം മതി. അപ്പോൾ വർക്കർ ആയിട്ടുള്ളത് കിട്ടാനായിട്ട് എളുപ്പമാണ്. വർക്കർ, ഒരു സ്മിത്ത് എന്ന് പറയുന്ന ആള് വർക്കർ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കിട്ടാനായിട്ട് നമ്മൾ സ്മിത്ത്_വർക്കർ പ്രൊജക്ട്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, വർക്ക്സ് ഓൺ സ്മിത്തും തമ്മിൽ ഈ സ്മിത്ത്സിന് നമ്മൾ ESSN പേര് കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ ഈ ടേബിളിൽ SSN ആണെങ്കിലും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസറിൽ ESSN ആയിരിക്കും നമ്മൾ പേര് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റിയത്. ദിസ് ഇസ് ജോയിൻ ഇറ്റ്സെൽഫ്. ഇനി നമ്മൾ മാനേജർ ആയിട്ടുള്ള, അതായത് ഈ സ്മിത്ത് എന്ന് പറയുന്ന ആൾ മാനേജർ ആയിട്ടുള്ള പ്രൊജക്റ്റുകളും കൂടി നമ്പറും കൂടി നമുക്ക് വേണം. അതിനാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ എന്തൊക്കെ എടുത്തു വെച്ചു, എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും തമ്മിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ജോയിൻ ചെയ്യാണ്. അതിൻ്റെ അകത്ത് SSN മാനേജർ SSN സെയിം, അതായത് മാനേജേഴ്സിന്റെ മാത്രം ലാസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നമ്പറും നമ്മൾ എടുത്തു വെക്കുകയാണ്. ആരൊക്കെ മാനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഡീറ്റെയിൽസ് കിട്ടാനാണ് എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റും തമ്മിൽ SSN മാനേജർ SSN തമ്മിൽ നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മാനേജർ ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ലാസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നമ്പറും നമുക്ക് കിട്ടും. മാനേജേഴ്സിന്റെ മാത്രം ലാസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നമ്പറും നമുക്ക് കിട്ടി. ഇനി സ്മിത്ത് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എനിക്ക് അടുത്ത് കിട്ടേണ്ടത്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ മാനേജേഴ്സിന്റെയും ലാസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നമ്പറും നമുക്ക് കിട്ടും. മാനേജർ ആയിട്ടുള്ള ആളുടെ മാത്രം ലാസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നമ്പറും കിട്ടും. പക്ഷെ നമുക്ക് എല്ലാവരും വേണ്ട. സ്മിത്ത് എന്ന് പറയുന്ന ആൾ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രം മതി. അതിൽ നിന്ന് വേണം നമുക്ക് പ്രൊജക്ട് നമ്പർ കണ്ടുപിടിക്കാൻ. സ്മിത്ത് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടേബിളിൽ നിന്ന് MGRS എന്ന് പറയുന്ന ഇതിൽ നിന്ന് ലാസ്റ്റ് നെയിം ഈക്വൽ ടു സ്മിത്ത് എന്ന് പറയുന്നത് മാത്രം ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രം എനിക്ക് മതി. അതുകൊണ്ട് നമ്മൾ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രമാക്കി ഒന്നും കൂടി ചുരുക്കി. ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കണം, ഈ ഡിപ്പാർട്ട്മെന്റ് നമ്പറിൽ നിന്ന് ഉള്ള പ്രൊജക്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് സ്മിത്ത് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രൊജക്ട് നമ്പേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പം സ്മിത്ത് എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്യുന്ന ഇത് മാത്രം പോരാ, അയാൾ ഈ പറയുന്ന മാനേജർ ആയിട്ടുള്ളതും കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ സ്മിത്ത് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്തു, അവരെ തമ്മിലും കൂടി അവർക്ക് ഇതുപോലെ അതിൻ്റെയും കൂടെ DNUM എന്ന് അതിന് പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് DNO ഈക്വൽ ടു DNUMBER എന്ന് എഴുതി കൊടുത്താലും മതി. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഇത് വെച്ചിട്ട് സ്മിത്ത് എന്ന് പറയുന്ന ആൾ മാനേജർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ പ്രൊജക്ട് നമ്പർ കിട്ടാനായിട്ട് നമ്മളതും ഈ കിട്ടിയതും ഈ ഡിപ്പാർട്ട്മെന്റ്സും പ്രൊജക്റ്റ് എന്ന് പറയുന്നതും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, അവർ തമ്മിൽ കോമൺ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ അകത്തുനിന്ന് പ്രൊജക്ട് നമ്പർ മാത്രം എടുക്കുന്നു. ഇപ്പം നമുക്ക് സ്മിത്ത് എന്ന് പറയുന്ന ആൾ മാനേജർ ആയിട്ടുള്ള പ്രൊജക്ട് നമ്പേഴ്സ് ഇവിടെയുണ്ട്. അത് കൂടാതെ നമ്മളിതേ സ്മിത്ത് വർക്കർ ആയിട്ടുള്ള പ്രൊജക്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ഈ രണ്ടെണ്ണം ഇതും തമ്മിൽ നമ്മൾ ഒരു യൂണിയൻ എടുക്കുകയാണെങ്കിൽ അത് രണ്ടും നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളോടും ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി റിസൾട്ട്. ഇങ്ങനെയാണ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്വയറീസ് ആണ്. സ്റ്റിൽ നമുക്ക് പറ്റുന്നതെല്ലാം ചെയ്തു നോക്കുക. അതാണ് ഇതിൻ്റെ അകത്ത് കൂടി പറ്റുന്നൊരു കാര്യം അതേ ഉള്ളൂ. ഏതൊക്കെ ടേബിൾസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ടേബിൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അവരുടെ അകത്ത് കോമൺ ആയിട്ടുള്ള പേരുകൾ നോക്കണം. രണ്ട് ഡിഫറെൻറ്റ് പേരാണെങ്കിൽ രണ്ടിനും ഒന്നെങ്കിൽ മറ്റേ ജോയിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് താഴത്ത് പേരെഴുതി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പേര് സെയിം ആക്കാനായിട്ട് നമുക്കിത് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ചെയ്ത് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മൊത്തം എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ വർക്കർ വരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. മാനേജറിലേക്ക് പോകുമ്പോഴാണ് ഒരു സ്വല്പം ബുദ്ധിമുട്ട് വരുന്നത്. ഇത്ര എത്തിയില്ലെങ്കിലും നിങ്ങൾ മാക്സിമം അതിൻ്റെ അകത്ത് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ടേബിൾസ് തമ്മിൽ മെർജ് ചെയ്യണം എന്നുള്ളത് മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. ഹോപ്പ് യു ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ദിസ്. താങ്ക് യു.